ഇന്റർനെറ്റിന്റെ സ്പീഡ് വളരെ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? വൈഫൈയുടെ കാര്യമല്ല, മൊബൈൽ ഡാറ്റയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇന്റർനെറ്റിന്റെ സ്പീഡ് കുറയുന്ന സമയത്ത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കും, അപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ കട്ടാകും. വീണ്ടും ഫ്ലൈറ്റ് മോഡ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഒന്ന് റീകണക്റ്റ് ആകും. അപ്പോൾ കുറച്ചുകൂടി സ്പീഡ് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സംവിധാനം ഞാൻ ഇന്ന് കാണിച്ചു തരാം. അതായത് ഇന്റർനെറ്റ് റീഫ്രഷ് ചെയ്യുന്ന ഒരു സംവിധാനം. ഇതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇന്റർനെറ്റിന്റെ സ്പീഡ് പതിവിലും കൂടുതൽ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ ഇത് സഹായകമാകും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഗുണം, നിങ്ങളുടെ മൊബൈൽ ആരെങ്കിലും ചോദിച്ച് ശല്യപ്പെടുത്തുകയാണെങ്കിൽ, അത് കുട്ടികളാകട്ടെ മറ്റുള്ളവരാകട്ടെ ആരുമാകട്ടെ, അങ്ങനെ ചോദിച്ച് ശല്യപ്പെടുത്തുന്നവർക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ സെറ്റ് ചെയ്യാനും ഈ ഒരു സംവിധാനം ഉപകാരപ്രദമാകും. അതൊക്കെ എങ്ങനെയെന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് മൊബൈലിന്റെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴെയായിട്ട് മൊബൈൽ നെറ്റ്വർക്ക് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഏത് സിമ്മാണ് നിങ്ങൾ മൊബൈൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് ആ ഒരു സിം സെലക്ട് ചെയ്യുക. ഞാൻ സിം 1 ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ആക്സസ് പോയിന്റ് നെയിംസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ആക്സസ് പോയിന്റ് നെയിംസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇതേ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഏതാണ് സിം അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സിം 1 ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സിം 1ൻ്റെ ഈ ഒരു ഓപ്ഷൻ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ്. യൂട്യൂബൊക്കെ കൃത്യമായിട്ട് ഇവിടെ വർക്ക് ആകുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ ആ ഒരു സെറ്റിംഗ്സിൽ മാറ്റം വരുത്തുകയാണ്. അതായത് ഞാനൊന്ന് റീഫ്രഷ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ അതേ സെറ്റിംഗ്സിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ പേരിൽ ക്ലിക്ക് ചെയ്യുക. ചില മൊബൈലിൽ ഇവിടെ ഒരു ഐ ബട്ടൺ കാണാൻ സാധിക്കും. എൻ്റെ മൊബൈലിൽ ഐ ബട്ടൺ ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അഡ്രസ്സ് കംപ്ലീറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ചില മൊബൈലിൽ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താലാണ് ഡിലേറ്റ് APN എന്നുള്ള ഓപ്ഷൻ വരിക. എനിക്ക് ഇവിടെ തന്നെ ഡിലേറ്റ് APN കാണിക്കുന്നുണ്ട്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിലേറ്റ് ചെയ്യാണ്. ആ അഡ്രസ്സ് കംപ്ലീറ്റ് ഇവിടെ ഡിലേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാക്ക് വന്നിട്ട് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ യൂട്യൂബിലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇവിടെ ലഭ്യമല്ല. ഇവിടെ നോ കണക്ഷൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ മൊബൈൽ ഡാറ്റ ഓണിലാണ് താനും. അത് ഓഫ് ചെയ്താലും ഓൺ ചെയ്താലും ഒരു പ്രയോജനവുമില്ല. നമുക്ക് ഇൻ്റർനെറ്റ് സംബന്ധമായിട്ടുള്ള ഒരു സംഭവം ഇനി മൊബൈലിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഓക്കെ, ഞാനിവിടെ യൂട്യൂബ് വീണ്ടും ഓപ്പൺ ചെയ്യാണ്. നോ കണക്ഷൻസ് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് ഓണിലാണെങ്കിലും ഇൻ്റർനെറ്റ് വർക്കാകുന്നില്ല. നിങ്ങളുടെ മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്തുന്നവർക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഓണിലാണെങ്കിലും അവർക്ക് ഇൻ്റർനെറ്റ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യം ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇനി നമ്മുടെ കയ്യിൽ വീണ്ടും മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ റീഫ്രഷ് ചെയ്യാം? അതിനായിട്ട് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റീസെറ്റ് ആക്സസ് പോയിന്റ്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന റീസെറ്റ് എന്ന ഭാഗം കൊടുത്താൽ മതി. അതേ അഡ്രസ്സ് നിങ്ങൾക്കൊന്ന് റീസെറ്റ് ആയിട്ട് കിട്ടും. ഇവിടെ കണക്റ്റ് ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, ഇനി വീണ്ടും നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ വീണ്ടും നേരെ ബാക്ക് വന്നിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ കണ്ടോ, യൂട്യൂബ് കൃത്യമായിട്ട് നല്ല രൂപത്തിൽ വർക്കാകുന്നുണ്ട്. നല്ല സ്പീഡോടുകൂടി ഇനി ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കുറയുന്ന സമയത്ത് ഈ രൂപത്തിൽ നിങ്ങളൊന്ന് റീഫ്രഷ് ചെയ്താൽ മതി. ഇതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്തുന്നവരെ നിങ്ങൾക്ക് ഒഴിവാക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.